ഇത് മനില ഓഷ്യൻ പാർക്കിലെ ബയോഡാമിനകത്തുള്ള കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ മെയിനായിട്ട് റെപ്റ്റൈൽസും ബേർഡ്സൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നിർത്തി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ പെൺകുട്ടി ഇതിൻ്റെ കഴുത്തിലെ പാമ്പിനിട്ടപ്പോൾ അത് പേടിച്ചിട്ട് ഇങ്ങനെ നിലവിളിക്കുന്ന ഒരു ഇതാണ് കണ്ടത്. അപ്പം ഈ പുള്ളിക്കാരൻ നല്ല കൂളായിട്ട് അതിനെ എടുത്ത് വെച്ചുകൊണ്ടിരിപ്പുണ്ട്. പാമ്പല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ വല്ലാതെ നടക്കുന്നു. പിന്നെ ഈ ഒരു ഇതിൽ കാണുന്നത് ഈ ഒരു കൂട്ടിനകത്ത് കാണുന്നത് ഓട്ടേഴ്സാണ്. രണ്ടെണ്ണമുണ്ട്. ഭയങ്കര പ്ലേഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇടുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഞാൻ ടി വിയിലും ഇൻ്റർനെറ്റിലും കണ്ടിട്ടുണ്ടെന്നല്ലാതെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. എപ്പോഴും കളിയാട്ടോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ആക്റ്റീവ്. കാണാൻ തന്നെ നോക്കി എന്ത് രസമല്ലേ. ഇന്ന് നല്ല ഒരു നല്ല ക്ലൈമറ്റുള്ള ദിവസമാണ് ആക്ച്വലി. വലിയ വെയിലും ഇല്ല, വലിയ ചൂടും ഇല്ല. പൊതുവേ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്, നമ്മുടെ കേരളം പോലെ തന്നെയാണ്. പിന്നെ ഇവിടുത്തെന്ന് വെച്ചാൽ ഈ ടൈഫൂണും മറ്റു കാര്യങ്ങളുള്ളതുകൊണ്ട് ക്ലൈമറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിന്ന് നിപ്പിനെ പെട്ടെന്ന് മഴ പെയ്യും, വെയിൽ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ഇവിടെ ഇതുപോലെ തന്നെ ഈ റെപ്റ്റൈൽസിൻ്റെ കൂടെ അല്ല, പിന്നെ ബേർഡ്സിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം. പണ്ട് ഈ ഒരു മക്കാവിനെ വെച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഈ എടുക്കുന്ന ഫോട്ടോസ് നമ്മുടെ ഫോണിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കണം. ആർക്ക് വേണമെങ്കിലും അവിടെ നിൽക്കാം, എന്നിട്ട് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. പിന്നെ അതെല്ലാം നമുക്ക് പ്രൊഫഷണലായിട്ട് ഫോട്ടോ ആണ്. നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഫോട്ടോസ് എടുത്തുതരും നമുക്ക്, അവരുടെ DSLR. എന്ത് ഭംഗിയല്ല അതിനെ കാണാനായിട്ട്. നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു മക്കൾക്ക്, പക്ഷേ ഇതിനൊന്നും വളർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് സ്പീഷീസിലുള്ളതാണെന്ന് തോന്നുന്നു. എന്ത് ഭംഗിയല്ലേ, ബ്ലൂ കളറും യെല്ലോ കളറായിട്ട് അങ്ങനെ കിട്ടുന്നതും കൊള്ളായിരുന്നു. പിന്നെ അതുപോലെ ഇവിടെ ഒരുപാട് കിളികളും കാര്യങ്ങളും നല്ലതുപോലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഓഷനറിയവും പിന്നെ ബയോഡോമും എല്ലാം ഉള്ള. ഇത് കണ്ടത് അടുത്തത് ഒരു പരുന്താണ്. അപ്പോൾ അതിന് ആക്ച്വലി പ്രത്യേകിച്ച് അതിനൊരു ഗ്ലൗസ് തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു പ്രിഡേറ്ററാണെന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പം വെച്ച് കയ്യിലൊക്കെ വെച്ച് ഇതാക്കി കഴിഞ്ഞാലൊന്ന് പേടിച്ചതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തേക്കുന്നതല്ല. പിന്നെ ഇത് കണ്ടോ, ഒരു പുള്ളിക്കാരനൊരു പാമ്പിനെ ക്യാഷ്വലായിട്ട് കൊണ്ടുവന്ന്. ഇതിൻ്റെ പേര് ഇഗാന എന്നാണ്. വലിയ എന്താ പറയുക, ഒരു വലിയൊരു റെപ്റ്റൈൽ. അതിൻ്റെ വാലൊക്കെ ഉണ്ടോ. നമ്മുടെ നാട്ടിൽ ഉടുമ്പ് എന്ന് പറയുന്നത് ഇതാണെന്ന് അറിയില്ല. ഇതിൻ്റെ പോലെ എന്തെങ്കിലും ആയിരിക്കുമല്ലേ. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ഈ നാഷണൽ പാർക്കിനകത്ത് ഇതിനകത്ത് ബയോഡോമിനകത്ത് കണ്ടായിരുന്നു.